ഇന്ത്യൻ റെയിൽവേയിൽ പാരാമെഡിക്കൽ സ്റ്റാഫ്, SBIയിൽ ക്ലർക്ക്, വിഴിഞ്ഞമ്പോട്ടിൽ വിവിധ തസ്തികകൾ, പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ വിവിധ തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് താരങ്ങൾക്ക് ഒത്തിരി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു. 15,000-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത ആഴ്ചയാണിത്. എങ്ങനെ അപേക്ഷിക്കാം, ക്വാളിഫിക്കേഷൻ, സാലറി മാറ്റേഴ്സ്, മുഴുവൻ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇന്ത്യൻ റെയിൽവേയിൽ 434 പാരാമെഡിക്കൽ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നു. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഇവിടെയാണ് കൂടുതൽ വേക്കൻസികൾ ഉള്ളത്. നഴ്സിംഗ് സൂപ്രണ്ടിന് 20 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. 44,900 രൂപയാണ് സാലറി ഫിക്സ് ചെയ്തിട്ടുള്ളത്. 272 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫാർമസിസ്റ്റ് 105 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയസ്സ് 20 മുതൽ 35 വയസ്സ് ഏജ് ലിമിറ്റാണ് വെച്ചിട്ടുള്ളത്. സാലറി 29,200 രൂപയാണ്. നോക്കൂ, മറ്റു തസ്തികകളും ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ലാബ് അസിസ്റ്റന്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയതാണ്. വ്യത്യസ്തമായ ക്വാളിഫിക്കേഷൻ, സാലറി മാറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 8 ആണ്. BSFL കായിക താരങ്ങൾക്ക് അവസരം. 241 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 113 വനിതകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഏതൊക്കെ കായിക താരങ്ങൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക? ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്. SSLC ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാലറി വരുന്നത് 21,000 മുതൽ 69,000 രൂപ വരെയാണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 20 ആണ്. സെൻട്രൽ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് അവസരം. 51 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാഡ്മിന്റൺ, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ വിവിധ തസ്തികകളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് കായിക താരങ്ങൾക്ക് ഈ അവസരം നൽകുന്നത്. മുംബൈ ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ റെയിൽവേയിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. റിക്രൂട്ട്മെന്റിനായിട്ട് ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31. കേന്ദ്ര സർവീസിൽ UPSC വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 275 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊവിഡൻസ് ഫണ്ട്, ഇൻകം ടാക്സ് മേഖലകളിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. വിവിധ തസ്തികകളാണ്. ക്വാളിഫിക്കേഷൻ ഡിഫറൻസ് ആയിട്ടാണ് കാണുന്നത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അസിസ്റ്റന്റ് സിസ്റ്റം ഓഫീസർ ഓഗസ്റ്റ് 14. മറ്റു തസ്തികകളിലേക്ക് ഓഗസ്റ്റ് 18 വരെയും അപേക്ഷിക്കാവുന്നതാണ്. വ്യോമസേനയിലേക്ക് കായിക താരങ്ങളെ ക്ഷണിക്കുന്നു. 21 വയസ്സാണ് ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഇനി +2 കൂടാതെ ഡിപ്ലോമക്കാരെയും പരിഗണിക്കുന്നതാണ്. ശാരീരിക യോഗ്യത പ്രധാനപ്പെട്ടതാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ്, സ്പോർട്സ്, ബാഡ്മിന്റൺ തുടങ്ങിയ വിവിധ മേഖലകളിലെ കായിക താരങ്ങൾക്കാണ് അവസരം ഇപ്പോൾ ലഭിക്കുന്നത്. സംസ്ഥാന, സ്റ്റേറ്റ് ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ ഇതിന് മാനദണ്ഡമായി വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. സാലറി ഓരോ വർഷവും 30,000 മുതൽ 36,000 രൂപ വരെ 4 വർഷത്തേക്കാണ് അപ്പോയിൻമെന്റ് ഉണ്ടാവുക. ആപ്ലിക്കേഷൻ നൽകുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 20 ആണ്. SBI ബാങ്കിൽ 589 വരുന്ന ക്ലർക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻസ്. 24,000 മുതൽ 69,000 രൂപ വരെ സാലറി സ്കെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 20 മുതൽ 28 വയസ്സിനിടയിലായിരിക്കണം. കൂടാതെ ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കേരളത്തിൽ 272 വേക്കൻസികളുണ്ട്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് വേണ്ടി മാത്രമേ ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി പറ്റൂ എന്നുള്ളത് കൊണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും വേക്കൻസികൾ നമ്മൾ നോക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ നൽകാൻ. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 26 ആണ്. പബ്ലിക് സെക്ടർ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റീസിനെ നിയമിക്കുന്നു. 33 വേക്കൻസികൾ കേരളത്തിലും 750 വേക്കൻസികൾ പൊതുവെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻസ്. 15,000 രൂപ വരെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലഭിക്കുന്നത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 20 ആണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ 417 വരുന്ന മാനേജേഴ്സ് ഓഫീസേഴ്സ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ സെക്ടർ ബാങ്കുകളാണ് ബറോഡ ബാങ്ക്. മാനേജർ തസ്തികകളിലേക്ക് MBA, PGDM തുടങ്ങിയിട്ടുള്ള മാനേജ്മെൻറ്റ് ഡിഗ്രികളാണ് എങ്കിൽ ഓഫീസേഴ്സ് തസ്തികകളിലേക്ക് അഗ്രികൾച്ചർ മേഖലയിലെ, ഹോർട്ടിക്കൾച്ചർ മേഖലയിലൊക്കെ ഉള്ള ക്വാളിഫിക്കേഷൻസ് ആണ് മാനദണ്ഡമാക്കി വെച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. വിവിധ തസ്തികകളിലേക്ക് സാലറി ഫിക്സ് ചെയ്തിട്ടുള്ള 64,000 മുതൽ 93,000 രൂപ വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 26 ആണ്. യൂണിയൻ ബാങ്കിൽ വെൽത്ത് മാനേജർ 250 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള
യൂണിയൻ ബാങ്കിൽ വെൽത്ത് മാനേജേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ MBA PGDM തുടങ്ങിയിട്ടുള്ളതാണ് എങ്കിൽ സാലറി പാക്കേജ് 64,000 മുതൽ 93,000 രൂപ വരെയാണ്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 25 ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി 550ഓളം വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെ നിയമിക്കുന്നു. പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്ക് സ്പെഷ്യലൈസ്ഡ് ഡിഗ്രികളാണെങ്കിൽ സദാ തസ്തികകളിലേക്ക് ഡിഗ്രിയാണ് മാനദണ്ഡമായി വെച്ചിട്ടുള്ളത്. 50,000 മുതൽ 93,000 രൂപയാണ് സാലറി നിശ്ചയിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 30. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ 460ഓളം വേക്കൻസികളുണ്ട്. വിവിധ ജില്ലകളിലായിട്ടുള്ള പ്ലാന്റേഷൻ തൊഴിലാളികൾക്കാണ് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് അതാത് ജില്ലകളിലെ പ്ലാന്റേഷൻ ഓഫീസിൽ നൽകേണ്ടതാണ്. ഓഗസ്റ്റ് 30 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുക. കേരളത്തിലെ സ്പോർട്സ് സ്കൂളുകളിൽ കോച്ച് ട്രെയിനി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിന് കീഴിൽ വരുന്ന സ്കൂളുകളിലാണ് ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലാണ് വേക്കൻസികളുള്ളത്. കോച്ച് ടെന്നീസ്, കോച്ച് ഷൂട്ടിംഗ്, ട്രെയിനി തുടങ്ങിയ വേക്കൻസികളാണ്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 19. വേക്കൻസികൾ എണ്ണം എത്ര കുറവാണെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായി അപ്ലൈ ചെയ്യണം. പിന്നെ നിങ്ങൾ പ്രയത്നിക്കും, ജോബ് ലഭിക്കുക തന്നെ ചെയ്യും. കരിയർ മാപ്പിംഗ് TV നിങ്ങളുടെ കൂടെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉപകാരപ്പെടാൻ വേണ്ടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സോ നെക്സ്റ്റ് വീക്ക് സീ യു. താങ്ക് യു.